എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത അതായത് ബോൺലെസ് പീസുകളും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങളായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതാകുമ്പോൾ കളറും അത്യാവശ്യം ഉണ്ടാവും, പിന്നെ അത്യാവശ്യം എരിവും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്നില്ലെങ്കിൽ നന്നായിട്ട് ചതച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാട്ടെ ഇതിലേക്ക്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് രണ്ടും ചേർത്തിട്ടില്ല. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് ചിക്കൻ കഷ്ണങ്ങളിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കുള്ളൂ. പിന്നെ മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് എത്ര സമയം വെക്കണോ അത്രയും ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് തന്നെ ഈ മസാലയൊക്കെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ചിക്കൻ കൊണ്ടാട്ടം നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അതിപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം എന്നല്ല, ഏത് ഫ്രൈ ചെയ്തെടുക്കണ ചിക്കൻ റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിലും കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെ ടേസ്റ്റി ആയിട്ട് വരുന്നുണ്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത മസാലയൊന്നും തീരെ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഉള്ളിലൊക്കെ എന്താ പറയുക, തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാനിതിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിക്കും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ചെയ്താണ് കേട്ടോ എടുക്കണത്. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ചൂടായിട്ട് വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാവുമ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടും വരും, അതുപോലെ കൂടുതൽ ടേസ്റ്റി ആയിട്ടും വരും. അതായത് വലിയ കഷ്ണങ്ങളാവുമ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കണതിൻ്റെ അത്രയ്ക്കൊരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല കേട്ടോ. ഇനി എല്ലാം ഞാനിതൊന്ന് ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക്. ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെയും കുറച്ച് സമയം വേണ്ടത് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ബാക്കി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. അതായത് ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആവണം ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. അതായത് ചിക്കൻ ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം. അതായത് ഒരുപാട് ഹാർഡായിട്ട് മാറരുത് കേട്ടോ ചിക്കൻ. കണ്ടില്ലേ, ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരാം. ഇനിയിപ്പോൾ ഇത് മതി. ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു ഇത് ഫ്രൈ ചെയ്ത് എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മതി, നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കും. ആ സോസിൽ ഈ ചിക്കൻ പീസസ് ഉണ്ടല്ലോ ഫ്രൈ ചെയ്തെടുത്തത് അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സോസ് തന്നെയാണ് ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഞാനിതിപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 6-7 വറ്റൽമുളക്, അതായത് ഉണക്കമുളക് ഉണ്ടല്ലോ, അതിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവണ ആ ഒരു രീതിയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു റെഡിഷ് കളറ് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉണക്കമുളക് വറുത്തെടുക്കണ സമയത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കാം കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി എന്താ പറയുക, സ്പൈസി ആയിട്ട് വരും നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. നമ്മളിത് ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി ഇതിപ്പോൾ കോരി മാറ്റാം, ഇത് മതി കേട്ടോ. കണ്ടില്ലേ? അതിനുശേഷം ഇനിയിപ്പോൾ ഇതിൽ കുറേ ഓയിലുണ്ടല്ലോ, നമുക്ക് ഈ എണ്ണ മുഴുവൻ ആവശ്യമില്ല സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഈ സെയിം എണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇതിലേക്ക് നമുക്കൊരു 15 ചെറിയുള്ളി നല്ല ചെറുതായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് ചെറുതാക്കണ്ട, ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ആ ചെറിയുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി തന്നെയാണ് ചിക്കൻ കൊണ്ടാട്ടത്തിന് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ സവാളയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പച്ചമുളക് എന്താ പറയുക, ഒരുപാട് അളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ട് തന്നെ വരും. പിന്നെ നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവറും ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടത്തിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ചതച്ചമുളക് ചേർത്ത് കൊടുക്കണം. ചതച്ചമുളക് ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയൊന്നും ഒരുപാട് അളവിൽ വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഗരം മസാലയുടെ അളവൊന്നും കൂടി പോണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല. ചതച്ച മുളക് തന്നെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി മുളക് പൊടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. പിന്നെ നിങ്ങളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഒരുപാട് സ്പൈസി ആയിട്ട് മാറും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മുതൽ ഒരു 3/4 കപ്പ് വരെ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ടൊമാറ്റോ കെച്ചപ്പ്. അതിപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുക. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല സ്പൈസി ആണല്ലോ, അപ്പോൾ ആ ഒരു എരിവിൻ്റെ ആ ഒരു ഇത് ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. അതിനുശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അളവ് കൂടും വേണ്ട, അതുപോലെ ഒരുപാട് കുറയും വേണ്ട. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തിളച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സമയത്തും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിരുന്നല്ലോ, അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും കൂടിപ്പോണ്ട. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. പക്ഷേ ബാക്കി എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ തിളച്ച് വന്ന ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ഈ ഒരു ഗ്രേവി, അതായത് ഗ്രേവിയൊക്കെ ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് തന്നെ പിടിക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്നില്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷെ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറി ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും കൊടുക്കില്ല. പിന്നെ നമ്മൾ മസാലയൊക്കെ അതിനനുസരിച്ച് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് തന്നെ പിടിച്ചു വരും കേട്ടോ. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിവാക്കാം. പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യണത് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക, അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ.
ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നാടൻ ടേസ്റ്റാണ്. പിന്നെ ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിന്റെ ടേസ്റ്റൊക്കെ വരുമ്പോ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ടന്നെ വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ. ശരിക്കും പറഞ്ഞാ ചെറിയുള്ളിയും, ടൊമാറ്റോ കെച്ചപ്പും എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ വറുത്ത് വെച്ച ആ ഒരു വറ്റൽമുളകുണ്ടല്ലോ, അതും കൂടിയും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറ് തന്നെ കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ടന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആയിട്ടന്നെ തോന്നുന്നുണ്ട് ല്ലേ? ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടം ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടറാണ്. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഏതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വരും ട്ടാ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടുള്ള നോൺ വെജ് ഡിഷസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്ടാ. അപ്പൊ കണ്ടില്ലേ നമ്മുടെ മലബാറിന്റെ സ്വന്തം സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ട്ടാ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ട്ടാ. കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോ എന്റെ ടേസ്റ്റിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.